നമസ്കാരം, സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. 18 മാസങ്ങൾക്ക് മുൻപായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തട്ടിപ്പുകളെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. അത് ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതായിരുന്നില്ല. ഇപ്പോഴിതാ സെബിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഹിൻഡൻബർഗ് റിസർച്ച് നടത്തിയിരിക്കുകയാണ്. സെബിയും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെബിയുടെ മേധാവിയായ CEO അടക്കം അദാനി ഗ്രൂപ്പിന്റെ നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എത്ര കണ്ട് ഗുരുതര സ്വഭാവമുണ്ട് ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക്? രേഷ്മ, ഈ അദാനിയുടെ കമ്പനികൾ നടത്തുന്ന ഇത്തരം ദുരൂഹമായ ഇടപാടുകളെക്കുറിച്ച് പുറത്തു വരുന്ന ആരോപണങ്ങളും അതിൻ്റെ പുറത്തു വരുന്ന ഡേറ്റയും എല്ലാം സാധാരണ ആളുകൾക്ക് ഡൈജസ്റ്റിംഗ് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നല്ല. ഭയങ്കര സങ്കീർണമാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ വേഗത്തിൽ മനസ്സിലാവുക എന്നതുകൊണ്ട് തന്നെ ഈ വിവാദത്തിന് അല്ലെങ്കിൽ ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ ഗൗരവം എന്താണ് എന്ന കാര്യം പൊതുസമൂഹത്തിന് അങ്ങനെ പിടികിട്ടുന്നില്ല എന്നൊരു സൗകര്യം കേന്ദ്ര സർക്കാരിനുമുണ്ട്, അദാനി ഗ്രൂപ്പിനുമുണ്ട്. അദാനി അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഭാരതത്തിലെ കമ്പനികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാനുമുള്ള ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന മുഖക്കുറിപ്പോടെ ഇതിനുള്ള പ്രതിരോധം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം എന്താണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ആദ്യത്തെ ആരോപണത്തിലേക്ക് പോകണം. ആദ്യത്തെ ആരോപണത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്, വിദേശത്തെ നിഴൽ കമ്പനികൾ വഴി കോടാനുകോടി രൂപ അദാനി ഇവിടുത്തെ സ്വന്തം കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നു. അദാനിയുടെ കമ്പനികളുടെ ഓഹരി മൂല്യം പെരുക്കുന്നു. ആ പെരുത്ത ഓഹരി മൂല്യം വെച്ച് അദാനി ഒരു വ്യാജമായ പ്രതീതി സൃഷ്ടിച്ച് മാർക്കറ്റിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നു. എന്നു മാത്രമല്ല, ഉയർന്ന ഓഹരി മൂല്യം വെച്ച് അദാനി ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ശതകോടികൾ കടമെടുക്കുന്നു. സത്യത്തിൽ അദാനി പൊട്ടിപ്പോയാൽ നമ്മുടെ ബാങ്കുകൾ പലതും അതിന് അടിയളയിപ്പോകും വിധം അദാനിക്ക് കോടാനുകോടി രൂപ കടം കൊടുത്തിട്ടുണ്ട് ഈ പെരുകിയ മൂല്യം വെച്ചിട്ട്. മറ്റൊന്ന് കള്ളപ്പണ ഇടപാടാണ്. ആദ്യത്തെ ആരോപണത്തിൽ തന്നെ ഏതാണ്ട് 7000 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഒറ്റ നോട്ടത്തിൽ അദാനി കമ്പനി നടത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന വിവരം. ആ ആരോപണം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ്, ഇന്ത്യയിലെ ഔദ്യോഗിക ഏജൻസിയാണ് സെബി. ആദ്യം ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ സെബി ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയിരുന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം. സുപ്രീം കോടതിന് മുമ്പാകെ പരാതി വരികയും സുപ്രീം കോടതി ഇടപെടുന്നു, സെബി അന്വേഷിക്കുന്നു. ആ അന്വേഷണങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. 23 or 24 എൻക്വയറീസ് നടക്കുന്നതാണ് സെബിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ വിശദീകരണം. അതിൽ 22 or 23 പൂർത്തിയായി അവസാനത്തത് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഒരു സമിതി എല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയെന്നും അദാനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞതാണ്. സുപ്രീം കോടതി തന്നെ അദാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അദാനിയുടെ ആൾക്കാരുടെയും അല്ലെങ്കിൽ അദാനിയുടെ ആൾക്കാരായ BJP-കാരുടെയും വാദം. സത്യത്തിൽ സെബി ഒരു എൻക്വയറി നടത്തുമ്പോൾ സുപ്രീം കോടതി അതിനെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ എൻക്വയറി പൂർണ്ണമായിട്ടില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം, ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന മാധബി പുരി ബുച്ച് എന്ന് പറയുന്ന വനിത, അവർക്ക് അദാനി കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ്. അദാനിയുടെ മൗറീഷ്യസിലെ ഷെൽ കമ്പനിയുമായി അവർക്ക് ബന്ധമുണ്ട്. അവർ 2015 അവരും അവരുടെ ഭർത്താവും വിദേശത്തായിരിക്കുന്ന സമയത്ത് സിംഗപ്പൂരിലായിരിക്കും. അന്ന് അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, ഇന്ത്യയിലെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ല. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അവരേതാണ്ട് ഒരു $7.5 ലക്ഷത്തോളം അവിടെ മൗറീഷ്യസിലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുവരെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ കമ്പനിയുടെ മൊത്തം ഇടപാടുകൾ നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ അദാനി കമ്പനിയിലെ പ്രധാനിയായ ഒരാളായിരുന്നു. അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് വലിയ തോതിലുള്ള മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനിയിലാണ് ഇവർക്കും നിക്ഷേപം ഉണ്ടായിരുന്നത്. 2017 മാധവ് പുരി ബുച്ച് ഇവിടെ നമ്മുടെ സെബിയുടെ അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം അവർ കമ്പനിയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾ ഇത് ജോയിൻ്റ് അക്കൗണ്ടാണ് ഞാനും ഭർത്താവും തമ്മിലുള്ളത്, എന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെടുന്നു. മെയിൽ ചെയ്യുന്നു, അവരൊഴിവാക്കുന്നു. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ തുക വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. തുക വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ഇവർ കത്തയക്കുന്നത് ഇവരുടെ സ്വന്തം പേഴ്സണൽ ഐഡിയിൽ നിന്നാണ്. അപ്പോൾ അത് ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വനിത മൗറീഷ്യസിലെ അദാനിക്ക് ബന്ധമുള്ള, അദാനിക്ക് സ്വാധീനമുള്ള കമ്പനികളുമായി ഉള്ള ഇടപാടുകളിൽ നിരന്തരമായി അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലും ചെയറിലും ഇരുന്നുകൊണ്ട് ആശയവിനിമയം നടത്തുന്നു. അവർക്കറിയാം എന്താണ് നടക്കുന്നത്, ഈ കമ്പനികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ കമ്പനിയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേജർ ഷെയർ വരുന്നത് ബർമുഡയിൽ നിന്നാണ്. ഇടപാടുകളെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന, അതിനകത്ത് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഇപ്പുറത്ത് ഈ കസേരയിലും ഇരിക്കുകയാണ്. അങ്ങനെ ഒരാൾ അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് ശരിയാണോ? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവർ മാറി നിൽക്കണമെന്നാണ് ഇതിൽ ഏറ്റവും ന്യായമായ ആവശ്യം. ഈ ആവശ്യം പക്ഷേ പരിഗണിക്കാൻ ഭരണകൂടം തയ്യാറല്ല.
ഈ ആവശ്യത്തിന്മേൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ എടുക്കാൻ ഭരണകൂടം തയ്യാറല്ല. എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണം എന്നതാണ് ആവശ്യം. അതെടുക്കാൻ അവർ തയ്യാറല്ല. നമുക്കറിയാം, അദാനിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ BJP മുന്നിട്ടിറങ്ങി അദാനിയെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അദാനിയെ ആക്രമിക്കുന്നത് ഇന്ത്യയിലെ വൻകിട വ്യവസായികളെ ആക്രമിച്ച് തകർക്കാനും ഇന്ത്യൻ സമ്പദ്ഘടന തകർക്കാനും ഇന്ത്യയിലെ ഓഹരി മൂല്യം തകർക്കാനും ഈ കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിച്ച് ചുളുവിലയ്ക്ക് വാങ്ങിക്കാനുള്ള വലിയ വിദേശികളുടെ പ്രോജക്റ്റാണെന്നാണ്. ഹിൻഡൻബർഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹിൻഡൻബർഗ് ഇന്ത്യയിലെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു സ്ഥാപനമല്ല. അവർ അമേരിക്കൻ കമ്പനികൾക്കെതിരെ ഇത്തരം വിസിൽ ബ്ലോവർ സംഗതികളും അല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും പുറത്തുവിട്ടിട്ടുണ്ട്. ചൈനയിലെ കമ്പനികൾക്കെതിരെ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുക, ഈ ഹിൻഡൻബർഗ് അവരുടെ റിപ്പോർട്ട്സ് പുറത്തുവിട്ടപ്പോൾ അതത് ഭരണകൂടങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുകയും പലയിടത്തും സീരിയസ് ആയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ മാത്രം നമ്മൾ ഭാരതം, രാജ്യം, രാജ്യരക്ഷ, രാജ്യസ്നേഹം പോലെയുള്ള ഡിഫൻസുകൾ ആദ്യം എടുത്തു വയ്ക്കുകയാണ്. ഒരു വൻകിട വ്യവസായി കോടാനുകോടി രൂപ തട്ടിക്കുന്നുണ്ടോ, സർക്കാരിനെ പറ്റിക്കുന്നുണ്ടോ, നിഴൽ കമ്പനികൾ വഴി ഇവിടേക്ക് ചോർത്തുന്നുണ്ടോ, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി 75% ഒഴികെ ബാക്കി മുഴുവൻ പൊതുമാർക്കറ്റിൽ വെച്ചിരിക്കണമെന്ന വ്യവസ്ഥയുള്ളപ്പോൾ അതിൽ കൂടുതൽ അദാനി അഹിത വഴികളിലൂടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് പാർലമെൻറ്റിൽ ഒരു നെടുനീളൻ ചോദ്യാവലിയാണ് മോദിക്ക് മുമ്പിലേക്ക് വെച്ചത്. എന്നിട്ടൊരു ഫോട്ടോ ഉയർത്തി കാണിക്കുന്നുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനിക്കൊപ്പം നിങ്ങൾ സഞ്ചരിച്ചത് പോയത് എവിടെയൊക്കെ, നിങ്ങൾ പോയതിന് ശേഷം അദാനിക്ക് ഏതൊക്കെ രാജ്യങ്ങൾ കരാർ കിട്ടി, നിങ്ങൾ പോയി വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ അദാനി ആ രാജ്യങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെ. ഈ ചോദ്യങ്ങൾ മുഴുവൻ കൃത്യമായി വെച്ച് 7 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി. അദ്ദേഹം ഒരിടത്തും അദാനി എന്ന വാക്കു പരാമർശിച്ചതെന്ന് മാത്രമല്ല ഒരു ഉത്തരവ് അതിനെക്കുറിച്ച് പറഞ്ഞുമില്ല. JPC എന്ന് പറഞ്ഞ അന്വേഷണ ആവശ്യം, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണ ആവശ്യം സർക്കാർ നിരാകരിക്കുകയാണ്. ഒരു അദാനിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാവുന്നു എന്ന് പറഞ്ഞാൽ, അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അദാനിക്ക് നമ്മുടെ SBI അടക്കം വൻതോതിൽ കോടിക്കണക്കിന് രൂപ കടം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തി തൊട്ടു പിന്നാലെയാണ് അദാനിക്ക് അവിടെ ഒരു വലിയ ഖനി കരാർ കിട്ടുന്നത്. ആ കോൺട്രാക്ട് എടുക്കാൻ അദാനി SBIയിൽ നിന്ന് കോടാനുകൂടി എടുത്തിട്ടുണ്ട്. അദാനി ഒരു ദിവസം കള്ളത്തരത്തിലുണ്ടാക്കിയ മൂല്യം വെച്ചാണ് അദാനി ഇതിന് മുഴുവൻ ഉണ്ടാക്കിയത്. വ്യാജ ആധാരം വെച്ച് നമ്മൾ എടുക്കുന്നു, ഒരു ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു, ആധാരത്തിന് അതിൻ്റെ കൃത്യമായ ഭൂമിയില്ല എന്ന് വന്നാൽ ബാങ്ക് പൂട്ടിപ്പോത്തേ ഉള്ളൂ, അല്ലേ? ബാങ്ക് കുത്തുവാളെടുക്കത്തേ ഉള്ളൂ. സമാനമായ അപകടാവസ്ഥ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് അദാനിയുടെ കച്ചവടത്തിനകത്തുണ്ട്. അതുകൊണ്ട് ശരിയാവണ്ണം ഇതിനകത്ത് അന്വേഷണം നടത്തി ഈ തെറ്റായ പ്രവണതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്. ചെയ്യുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അദാനി ആരാണെന്നും അദാനി ആർക്കാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് നന്നായി അറിയാം. അപ്പോൾ അദാനിയെ പോലുള്ള വൻകിടക്കാരെ ആക്രമിക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട ടവറിങ് കക്ഷികളെ വീഴ്ത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് BJPക്കാർ പറയുന്നു. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ് അദാനിയും അംബാനിയും കൂടി ട്രക്കിന് പൈസ കൊണ്ടുപോയി രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുകയാണെന്ന് മോദി പ്രസംഗിച്ചത്. മോദി ഒരു വളരെ പ്രധാന കസേരയിരിക്കുന്ന ആളാണ്. അപ്പം മോദി അത് പറയാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞ മോദി അത് വിട്ടു. ആ അദാനി ആ ട്രക്കിന് പൈസ കൊടുത്തതിനെക്കുറിച്ചെങ്കിലും കള്ളപ്പണം അതെങ്കിലും മോദി ജസ്റ്റ് അതെങ്കിലും അന്വേഷിക്കണമല്ലോ. അപ്പോൾ അതുപോലും എന്താണ് മോദിയുടെ ഒരു ഇരട്ട നിലപാട്. ഒരു സമയം രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു പറയും, ഇപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് അതേ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയും ചെയ്യുകയാണ്. സോ ഇത് ഗുരുതരമായ സാഹചര്യമാണ്. കഴിഞ്ഞ തവണത്തെ അന്വേഷണത്തിനകത്ത് സെബി എല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്ന വാദം കൂടി ഇവിടെ അപ്രസക്തമായിരിക്കുന്നു. കാരണം സെബി തന്നെ വേലി തന്നെ വിളവ് തന്നെയാണെന്നുള്ള ഗുരുതരമായ സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രതിപക്ഷം കൂടുതൽ ഉറക്കെ ശബ്ദിക്കട്ടെ. സർക്കാരിനെ കൊണ്ട് ഒരു എല്ലാവർക്കും കൂടി യോജിക്കാവുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു അന്വേഷണം വരുന്നെങ്കിൽ അത് വരേണ്ടതാണ്. യെസ്, തവസറുടെ മാധബി ബുച്ച്, ആ പേര് നമ്മൾ കേട്ടു. അവർ വെറും ഒരാളല്ല, ഈ സെബിയുടെ CEO ആണ്. അപ്പോൾ സെബി എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ഇനി എന്താണ്? ഇത് സെബിയുടെ വിശ്വാസ്യതയുടെ കൂടെ മാത്രം ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും അതിഭയങ്കരമായി ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ്. ഇതിൽ ഒന്നാമതായി നമ്മൾ കാണേണ്ട കാര്യം ഇതുണ്ടല്ലോ, ഈ കോർപ്പറേറ്റ് ഫിനാൻസ് സെക്ടർ, ഫിനാൻസ് മാർക്കറ്റ്, അതേമാതിരി സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അതായിട്ട് തന്നെ ഒരു ബബിൾ എക്കണോമിയാണ് ഒരർത്ഥത്തിൽ. ബബിൾ എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ ബബിളിന് പറയാം, ഈ കുമിള സമ്പദ്ഘടനയാണ്. അപ്പോൾ ഈ കുമിള സമ്പദ്ഘടനയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിങ്ങനെ വീർത്ത് നിൽക്കുമ്പം ഭയങ്കര ആകർഷണീയമായിരിക്കും. അതിനകത്തൊരു ഞൊട്ട് കൊടുത്താൽ പൊളിഞ്ഞു പോകും. അപ്പോൾ ഈ ബബിൾ എക്കണോമിക്കകത്ത് ഫ്രോഡ് കളിക്കുകയാണ് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അദാനി പ്രശ്നം എന്താണ്? ബേസിക്കലി നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് കൊണ്ടുവന്നതാണ്, അദാനി അങ്ങേരുടെ ഓഹരി പെരുപ്പിച്ച് കാണിക്കുന്നു, മൂല്യം പെരുപ്പിച്ച് കാണിക്കുന്നു. ആ പെരുപ്പിച്ച് കാണിച്ച മൂല്യം വെച്ച് ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ എന്നൊക്കെ പറയുമ്പോൾ ആയിരക്കണക്കിന് കോടികളാണ് കേട്ടോ.
അത് നമ്മൾ മനസ്സിലാക്കണം. ഈ 1000 കോടി 10,000 കോടി 25,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അക്കത്തിൽ എഴുതി നോക്കൂ രേഷ്മ, നമുക്കത് എഴുതാൻ പറ്റില്ല. അത്രയും നമ്മളുടെ ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയുക ഇമാജിനേഷനിൽ പെടാത്ത തുകകളാണിതൊക്കെ. അങ്ങനെയുള്ള തുകകൾ ഇയാൾ കൊണ്ടുപോവുകയാണ്. ഈ മനുഷ്യന് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതിന് ഈടായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഫ്രോഡുലൻസ് കാണിച്ച ആളുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയുള്ള റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള ആൾ ഇയാളുടെ ആളാണ് എന്നാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ വീട്ടിൽ കള്ളനോട്ടിൻ്റെ മെഷീൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലത്തെ ഒരു സിറ്റുവേഷനാണത്. അതുതന്നെയാണ് ഇത്തരം തെറ്റായ പ്രവണതകൾ ഫ്രോഡുലൻസ് റെഗുലേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു ബോഡിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ, ഈ ഏർപ്പാടിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഈ ഫ്രോഡുലൻസ് ഏറ്റവും അധികം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമായി ചേർന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിഗുരുതരമായുള്ള സാഹചര്യമാണ്. അപ്പോൾ നോക്കൂ രശ്മി, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ നിഷാദ് പറഞ്ഞു, ഇത് ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സ്കാമാണിത്. പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് ഇതെന്താണ് ഇത് പ്രശ്നമൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് ഇതേക്കാൾ നോക്കൂ, നേരത്തെ ഉണ്ടായ കാര്യങ്ങൾ ഈ പറയുന്ന മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മല്യ നാട് വിട്ടത്. മല്യ പോയത് എത്ര പൈസ അടിച്ചുകൊണ്ടാണ്? 10,000 കോടി. പിന്നെ നീരവ് മോഡി നമ്മുടെ ബാങ്കുകളിൽ നിന്ന് എടുത്തുകൊണ്ട് എത്രയാണെന്ന് കണക്കൂല. 14,000 കോടിയാണ് 21,000 കോടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. 14,000 കോടി എന്ന് പറഞ്ഞാൽ എത്രയാണ് രേഷ്മ? ഒരു ഇന്ത്യക്കാരൻ എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു സാധാരണ ഇന്ത്യക്കാരൻ വേണ്ട, ഒരു സാമാന്യ സമ്പന്നനായ ഒരു ഇന്ത്യക്കാരൻ എടുക്കൂ. 14,000 കോടി 10,000 കോടി 21,000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കയറിപ്പോവുകയാണ്. അവരവിടെ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ സുഖമായിട്ട് കഴിയുന്നു. ആര്? ഞാൻ അധികാരത്തിൽ വന്നാൽ ലോകം മൊത്തമുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രസംഗിച്ച ഭരിക്കും വേണം സംഭവിക്കുന്നു ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് അഡാനിക്ക് എന്തോ കുഴപ്പം പറ്റും, അങ്ങേരുടെ ബിസിനസ് തകരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫാക്ടറി പൂട്ടി പോകും, അങ്ങേരുടെ ഓഹരി തകരും എന്നുള്ളതല്ല. നമ്മുടെ എക്കണോമിയാണ് ബാധിക്കാൻ പോകുന്നത്. നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളാണ് പാപ്പരാകാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? രാജ്യമാണ് പാപ്പരാകുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയാണ് തകരാൻ പോകുന്നത്. ഇവർ ഈ പറയുന്ന മാതിരി അമേരിക്കയിലോ ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മൗറീഷ്യസിലോ അവർക്ക് ഇഷ്ടം പോലെ എസ്റ്റേറ്റുകളും ഫാം ഹൗസുകളും സംവിധാനങ്ങളുള്ളതാണ്. അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊള്ളും. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൽ ഒരു ചുക്കും നടക്കില്ല, ഒരു അന്വേഷണം നടക്കില്ല. കാരണം ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്, അദാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരുപാട് മുതലാളിമാരുണ്ട്. വിമാനങ്ങളും വിമാനത്താവളങ്ങളും കപ്പലുകളും കപ്പൽശാലകളും സ്വന്തമാക്കിയിട്ടുള്ള മുതലാളിമാരുണ്ട്. അങ്ങനെ കപ്പലുകളും കപ്പൽശാലകളും വിമാനങ്ങളും വിമാനത്താവളങ്ങളും മാത്രമല്ല, സ്വന്തമായി ഒരു പ്രധാനമന്ത്രിയുള്ള ലോകത്ത് ഒരേ ഒരു മുതലാളിയാണ് അഡാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാവുന്നു, സ്വന്തമായൊരു പ്രധാനമന്ത്രി മാത്രമല്ല, സ്വന്തമായൊരു സെബിയും അദ്ദേഹത്തിനുണ്ട്. ഇനിയിപ്പോൾ സ്വന്തമായൊരു സുപ്രീം കോടതിയും കൂടി ഉണ്ടായാൽ മതി. സ്വന്തമായൊരു സുപ്രീം കോടതിയും സ്വന്തമായി കുറേ ഹൈക്കോടതികളും സ്വന്തമായ സെബിയും ഇനി സ്വന്തമായൊരു ഇഡിയും ഒക്കെ ഉള്ള മുതലാളി. ഈ മധവിപ്പരി ബുച്ചനെ അവർ പ്രൈവറ്റ് സെക്ടർ മാത്രം ജോലി ചെയ്ത് പരിചയമുള്ളതാണ്, അവരാണ് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുന്നത്. നമ്മൾ സെബിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായില്ല, കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കണം. പോയിൻ്റായിട്ട് എന്താണ് ഇതിൽ മാത്രമല്ല, ഇതുവരെ അഡാനിയുമായി ബന്ധപ്പെട്ട ഈ സ്കാമുകൾ എന്തൊക്കെയാണ്, എത്ര 1000 കോടികളാണ് അങ്ങേര്, എത്ര ബില്യൺ ഡോളറിൻ്റെ വളർച്ചയാണ് ഈ മോഡി 2014 ശേഷം അഡാനിക്കുണ്ടായത്. ബില്യൺ ഡോളർ, അതിങ്ങനെ 100 ബില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് നമ്മളുടെ INR എഴുതാൻ പറ്റില്ലെന്നേ, അത്രയും വലിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ ആഴം എത്രയാണെന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ ഗുരുതര സ്വഭാവമുണ്ടായി ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്. എപ്പോഴും സ്ഥിരം പാടുന്ന പല്ലവി രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് തന്നെ പറയുന്നു. അതിനപ്പുറം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും അതിന് കൃത്യമായൊരു ഉത്തരം കേന്ദ്രത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്.